ഇതിന്റെ രുചിയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ സോയാബീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടീസ്പൂൺ ചിക്കൻ 65 മസാലയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടെടുത്ത് നല്ലപോലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ടൈമില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഒരു കടായി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈം കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന ടൈമില്ലേ ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ സോയാബീനില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മുരിച്ചെടുക്കാം കേട്ടോ. സംഭവമില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിടു ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ ഇല്ലേ ഇതിൻ്റെ അടുത്ത് ബാക്കിൽ തന്നെ നിൽക്കണം. ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് സോയാബീൻ ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.